അപ്പം രാവിലെ എന്തുണ്ട്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് വീണ്ടും ഒരു വീഡിയോയിലേക്ക് തുടങ്ങാം. അപ്പം കുറച്ച് ദിവസമായിട്ട് നമ്മൾ എമ്പുരാൻ വിശേഷങ്ങൾ തന്നെയാണ്. ഞാൻ ഇന്നലെയും പറഞ്ഞു, വേറെ കണ്ടൻറ്റൊന്നുമില്ല, എമ്പുരാൻ തന്നെ മാത്രം കറങ്ങിയടിച്ച് നടക്കുകയാണ്. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ, രാഷ്ട്രീയമൊന്നും കൈകാര്യം ചെയ്യേണ്ട എന്ന് വിചാരിച്ചിരിക്കുകയാണ്. രാഷ്ട്രീയം കൈകാര്യം ചെയ്യുമ്പോൾ പല രാഷ്ട്രീയ പാർട്ടിയിലൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സിനിമയിലേക്ക് പോകുന്നത്. അപ്പോൾ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ എന്ന് പറഞ്ഞാൽ എമ്പുരാനുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ തന്നെയാണ് കൂടുതലായിട്ട് വരുന്നത്. അതിൽ ഒന്നാണ് എമ്പുരാൻ ആദ്യ ദിവസത്തെ കളക്ഷൻ നമുക്ക് ഏകദേശം ഉറപ്പായിരിക്കുകയാണ്. 10 കോടിക്ക് മുകളിലുള്ള പ്രീസെയിൽ വന്നു കഴിഞ്ഞു. ഇനിയും അതൊരു പക്ഷേ 15 കോടിയിലേക്ക് സിനിമ ഇറങ്ങിക്കഴിഞ്ഞ് 15 20 കോടിയിലേക്ക് വന്നു നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ആദ്യത്തെ ദിവസത്തെ കളക്ഷൻ 50 കോടിക്ക് മുകളിൽ പോകും എന്ന് ഏകദേശം ഉറപ്പാവുകയും ചെയ്തു. ബാക്കിയുള്ള ദിവസത്തെ അതുപോലെ തന്നെ 2-3 ദിവസം കൊണ്ട് തന്നെ ഈ ചിത്രം 100 കോടി ക്ലബിലേക്ക് കയറും. ഇതൊക്കെ അച്ചട്ടായ കാര്യമോ ഉറപ്പുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ തന്നെ പറയുന്നത്. പിന്നെ 2-ാം ദിവസം വ്യാഴാഴ്ചയാണ് പടം ഇറങ്ങുന്നത്. അപ്പം വ്യാഴാഴ്ചത്തെ കാര്യം എല്ലാവർക്കും വ്യക്തമാണ്. പക്ഷേ 2ാമത്തെ ദിവസം വെള്ളിയാഴ്ച ഇതുമായിട്ട് ബന്ധപ്പെട്ട കേരളത്തിലെ കളക്ഷൻ എങ്ങനെയായിരിക്കും എന്ന് നമുക്കൊന്ന് നോക്കിക്കാണാം. കേരളത്തിലെ കളക്ഷൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അന്ന് 3.97 കോടിയാണ് ഇപ്പം പ്രീഫെയിലായിട്ട് കിട്ടിയിരിക്കുന്നത്. ഇന്നലത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പ്രീഫെയിലായിട്ട് 3.97 കോടിയാണ്. ഏത് 4 കോടി കടന്നു കാണും. അപ്പോൾ നിശ്ചയമായിട്ടും ഒരു 10 കോടി രൂപയെങ്കിലും 2ാമത്തെ ദിവസം കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത് ഞാൻ എപ്പോഴും പ്രത്യേകം പറയേണ്ട ഒരു കാര്യമുണ്ട്. അത് പടം ഇറങ്ങിക്കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞ് അത് ആദ്യ ഷോ അല്ലെങ്കിൽ 2ാമത്തെ ഷോ ഒക്കെ കഴിയുമ്പോൾ ഏകദേശം പടത്തെപ്പറ്റി ഒരു വൈബ് കിട്ടും. ആ പടം എങ്ങനെയുണ്ട്, ഭൂരിപക്ഷം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടോ, അത് അടിപൊളിയാണോ, ഏത് ലെവൽ നിൽക്കുന്നു എന്നൊക്കെ അറിഞ്ഞതിന് ശേഷമായിരിക്കാം 2ാം ദിവസത്തെ കളക്ഷൻ ഒരുപക്ഷെ ആദ്യ ദിവസത്തെ കളക്ഷനേക്കാൾ ഒരുപടി മുന്നിലാക്കി പോകാം. കാരണം അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് അവധി ദിവസങ്ങളാണ്. പിന്നെ വരാൻ പോകുന്നത് എല്ലാ അവധി ദിനങ്ങളാണ്. കാരണം കുട്ടികളുടെ സ്കൂൾ അടയ്ക്കുന്നു. പിന്നെ അവർക്കൊരാഘോഷമാണ്. കുട്ടികളെയും കൊണ്ട് സിനിമയ്ക്ക് പോകുമ്പോൾ മാതാപിതാക്കളും ഇപ്പം എമ്പുരാൻ വേറെ ചോയ്സൊന്നുമില്ല, എമ്പുരാൻ കാണണം എന്ന് തന്നെയായിരിക്കും കുട്ടികൾ ആവശ്യപ്പെടുന്നത്. അപ്പോൾ അതിന് പോകുമ്പോൾ മാതാപിതാക്കൾ എല്ലാവരും കൂടെ ആണ് പോകുന്നത്. അത് കുടുംബ പ്രേക്ഷകർ കൂടുതലായിട്ട് തിയേറ്ററിൽ വന്നു കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യ ദിവസത്തേക്കാൾ കളക്ഷനോടടുപ്പിച്ചുള്ള കളക്ഷൻ തന്നെയായിരിക്കാം 2ാം ദിവസം നേരിടാൻ പോകുന്നത്. അപ്പോൾ ഇപ്പം തന്നെ 4 കോടിയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. അതെല്ലാം ചിത്രം ഇറങ്ങിയതിന് ശേഷം ചിത്രത്തിൻ്റെ പോസിറ്റീവ് റിവ്യൂ കേട്ടതിന് ശേഷം മാത്രം. അത് കഴിഞ്ഞ് 2ാമത്തെ ദിവസവും നമ്മൾക്ക് നോക്കി കാണുമ്പോൾ ഇപ്പോഴത്തെ പ്രീഫെയിലായിട്ട് വന്നേക്കുന്നത് 3 കോടി 19 ലക്ഷം രൂപയാണ് കേരളത്തിലെ പ്രീഫെയിലായിട്ട് വന്നേക്കുന്നത്. അതിപ്പോൾ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു 3.5 ആയി കാണുമായിരിക്കാം. അപ്പോൾ അതും ഈ ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട പോസിറ്റീവ് റിവ്യൂ വന്നു കഴിയുമ്പോൾ ആദ്യ ദിവസത്തെ പോലെയല്ല 2ാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ 5:30 സ്പെഷ്യൽ ഷോ ഉണ്ടാകും. അതുപോലെ ഷോകളുടെ എണ്ണം കൂടുതലായിരിക്കും. ആദ്യ ദിനം എന്ന് പറയുന്നത് 6 മണിക്കാണ് തുടങ്ങുന്നത്. 2ാമത്തെ ദിനം അതിലും നേരത്തെ തന്നെ തുടങ്ങും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴേ ഇതിൻ്റെ വെള്ളിയാഴ്ച ശനിയാഴ്ച എന്നൊക്കെ പറയുന്ന കളക്ഷൻ കൂടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞായറാഴ്ച എല്ലാ സിനിമയെ സംബന്ധിച്ച് എത്ര മോശം പടം പറഞ്ഞാലും അതിനൊരു സാധാരണ കളക്ഷൻ വർദ്ധനവുണ്ട്. ഇപ്പം നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ച് 3 കോടി രൂപയ്ക്ക് അടുത്ത് ഏകദേശം 2.86 കോടി രൂപയിലാണ് ഇത് വന്ന് നിൽക്കുന്നത് ഇപ്പോഴത്തെ പ്രീഫെയിൽ. ഇപ്പോഴും എന്ന് പറയാൻ പറ്റത്തില്ല, ഞാൻ വീഡിയോ ചെയ്യുമ്പോഴല്ല, വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഇന്നലത്തെ കാര്യമാണ് പറയുന്നത്. അപ്പം അത് ആ പ്രീഫെയിൽ ഏകദേശം 10 കോടി രൂപയൊക്കെ വന്ന് ചേരാനുള്ള സാധ്യതയാണ് വിരൽ ചൂണ്ടുന്നത്. അങ്ങനെയെങ്കിൽ ആദ്യത്തെ 2 ദിവസമോ 2-3 ദിവസം കൊണ്ട് തന്നെ 100 കോടി ക്ലബിലേക്ക് ഇടം പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് പോസിറ്റീവ് റിവ്യൂ ആ വരുന്നതെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങൾ ആലോചിച്ചു 2ാമത്തെ ദിവസം തന്നെ ഇത് 100 കോടി ക്ലബിലേക്ക് കയറും. അങ്ങനെയെങ്കിലും ഒരാഴ്ച കൊണ്ട് ഒരു പക്ഷേ നമ്മൾ വിചാരിക്കാത്ത ലെവൽ കളക്ഷൻ തന്നെയായിരിക്കും ഈ ചിത്രത്തിന് വരുന്നത് എന്ന് 100% ഉറപ്പാണ്. എനിക്ക് തോന്നുന്നു ഒരു മലയാള ചിത്രത്തിനും തകർക്കാനാവാത്ത ഒരു കളക്ഷനിലേക്ക് ഇത് പോകാനും സാധ്യത കാണുന്നുണ്ട്. ഇതാണ് കളക്ഷൻ സംബന്ധിച്ച കാര്യങ്ങൾ. പലരും നമ്മളോട് ചോദിച്ചു, ആദ്യത്തെ ദിവസത്തെ കളക്ഷനാണല്ലോ പറയുന്നത്, 2ാം ദിവസമൊക്കെ എങ്ങനെയുണ്ട് ചിത്രത്തെ സംബന്ധിച്ച് എന്നുള്ളത്. അപ്പോൾ ഈ 3 കോടി 4 കോടി എന്ന് പറയുന്നത് ഒരു സൂപ്പർ ഹിറ്റ് ചിത്രം പോസിറ്റീവ് റിവ്യൂ കിട്ടിയതിന് ശേഷം മാത്രം തിയേറ്ററിലുണ്ടാകുന്ന സാധനമാണ് പറയുന്നത്. എന്നിട്ട് പോലും 3 കോടിയൊന്നും സാധാരണ
ഒരു മറ്റു നടന്മാരുടെ സൂപ്പർ ഹിറ്റ് എന്ന് പറയുന്ന ചിത്രങ്ങൾക്കൊന്നും കിട്ടാത്ത ലെവലിലാണ് ഇപ്പം ചിത്രം ഇറങ്ങാതെ തന്നെ ഈ പോകുന്നത് എന്നുള്ളതാണ്. അപ്പം ചിത്രം ഇറങ്ങിക്കഴിഞ്ഞത് പോസിറ്റീവ് റിവ്യൂ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കുമെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാതെ. അതുപോലെ തന്നെ ആദ്യത്തെ 4 ദിവസത്തെ കളക്ഷൻ്റെ കാര്യമാണ് പറഞ്ഞത്. പിന്നെ പടിപടിയായിട്ടുള്ള കളക്ഷനുകൾ പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കും, അതിനനുസരിച്ച് ഞാൻ തരാം. പിന്നെ ഇന്ന് രാവിലെ തന്നെ ഇതിനകത്ത് വില്ലൻ ഡ്രാഗൺ പുറത്ത് ധരിച്ച വില്ലൻ, ആ വില്ലൻ്റെ മുഖം മൊത്തമായിട്ട് തിരിഞ്ഞു നിൽക്കുന്നതാണ്. അപ്പോൾ അതിനകത്ത് ചെവി കൊണ്ട് ആൾക്കാർ ഏറ്റവും കൂടുതൽ പറയുന്ന അമീർ ഖാനാണ് എന്ന് പറയും. എനിക്കും ആ സംശയം ഇല്ലാതല്ല, കാരണം ഒരു പ്രത്യേക സൈസ് ചെവിയാണ് അമീർ ഖാൻ്റെ. അതും ഈ ചിത്രവുമായിട്ട് വളരെയധികം യോജിക്കുന്നുണ്ട്. അപ്പോൾ ഇത് മൊത്തമായിട്ട് കൊടുത്ത് നമ്മളെ കൺഫ്യൂഷൻ അടിപ്പിക്കാനാണോ പൃഥ്വിരാജ് ശ്രമിച്ചേക്കുന്നത് എന്നറിയില്ല. അമീർ ഖാൻ്റെ സഹോദരി ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഒരു പക്ഷേ അമീർ ഖാൻ ഒരു അതിഥി വേഷത്തേക്ക് അമീർ റോളിൽ എത്താനുള്ള സാധ്യതയും കൂടുതലാണ്. പിന്നെ ഈ ചിത്രം കണ്ടു കഴിഞ്ഞാൽ ഭൂരിപക്ഷം ആൾക്കാരും അമീർ ഖാനാണ് എന്ന് പറയുമെന്ന് പൃഥ്വിരാജിന് കൂട്ടർക്കും അറിയാം. പിന്നെ എന്തുകൊണ്ട് ഈ ചിത്രം അമീർ ഖാൻ അല്ലേ വേറെ ആരെങ്കിലും ആണോ എന്നുള്ളത് നമ്മൾ നോക്കി കാണേണ്ടത് അത്യാവശ്യമാണ്. കാരണം പൃഥ്വിരാജൊന്നും പെട്ടെന്നങ്ങ് വിട്ടു തരത്തില്ല. അതും ഇതിൽ കൂടുതൽ ആൾക്കാർ ഈ ചിത്രത്തിൽ കാമിയ റോളിൽ എത്തുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കിക്കാണേണ്ട അത്യാവശ്യമാണ്. ഈ ചുമല ഡ്രസ് ഇട്ടതും വെള്ള ഡ്രസ് ഇട്ടതും 2 രൂപങ്ങളായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഡ്രാഗൺ ചിഹ്നമുള്ളത്. അപ്പം 2 പേരുണ്ടോ? തമിഴിൽ നിന്ന് ആരെങ്കിലുമൊക്കെ അഭിനയിക്കുന്നുണ്ട്, വിജയ് സേതുപതി അഭിനയിക്കുന്നുണ്ട് എന്ന് ഒരു കേൾവിയുണ്ടായിരുന്നു. അത് സത്യമാണോ എന്നുള്ളതും നമുക്ക് തിയേറ്ററിൽ നിന്ന് മാത്രമേ മനസ്സിലാകത്തുള്ളൂ എന്ന് 100% ഉറപ്പാണ്. ഇവരെന്തൊക്കെയോ ട്വിസ്റ്റുകൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്, സസ്പെൻസുകൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ തിയേറ്ററിൽ എത്തിക്കഴിയുമ്പോൾ മാത്രമേ നമുക്ക് കൈയടിക്കാനുള്ള വക കരുതി വെച്ചിട്ടുണ്ട് എന്ന് 100% ഉറപ്പാണ്. ഓരോ ഷോട്ടിലും കൈയടിക്കാൻ ആവശ്യമായ സാധനങ്ങൾ ഇതിനകത്തുണ്ട് എന്ന് ഉറപ്പാണ്. നമ്മൾ ലൂസിഫർ കാണാൻ പോയപ്പോഴും നമ്മൾ മറന്ന് കൈയടിച്ച സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അത് നിശ്ചയമായിട്ട് ഈ ചിത്രത്തിനും കാണും. ഈ കോടിക്കണക്കിന് രൂപ മുടക്കി ഈ ചിത്രം നിർമ്മിക്കുമ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നത്. പൃഥ്വിരാജിൻ്റെ ഒരു വാക്കുകളാണ്, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഒരു വാക്കുകളാണ് എനിക്ക് ആത്മവിശ്വാസം കൂട്ടുന്നത്. കാരണം 100 രൂപയുടെ പോപ്കോൺ കഴിച്ച് തിയേറ്ററിൽ പോയി ടിക്കറ്റ് കാശ് മുടക്കി ഇരുന്ന് കാണുന്നവരെ ഒരു കാരണവശാലും ഞാൻ നിരാശപ്പെടുത്തില്ല എന്ന് പൃഥ്വിരാജിൻ്റെ വാക്കുകൾ ഈ അവസരത്തിൽ നമ്മൾ ഓർക്കണം. അപ്പോൾ ആൾക്കാർക്ക് രസിക്കാൻ പറ്റിയ ഒരു ഹോളിവുഡ് മൂവി ആയിരിക്കാം, മോഡൽ മൂവി ആയിരിക്കാം മലയാളത്തിൽ നിന്ന് നമുക്ക് കിട്ടാൻ പോകുന്നത്. അത് 100% ഉറപ്പാണ്. ഇനിയും ബാക്കിയുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് നാളെ വ്യാഴമാണ്. ഇനി ബുധനാഴ്ച ഒറ്റ ദിവസം. അപ്പം നാളെ ബുധനാഴ്ചയും കൂടി ഉള്ളൂ ഇതിൻ്റെ പ്രീഫെയിലും ഒക്കെ. അപ്പോൾ അതിന് ശേഷം നമ്മൾ യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വരും. പടം കണ്ടതിന് ശേഷം നമ്മൾ അഭിപ്രായം പറയും. അതും സോഷ്യൽ മീഡിയ കൈയടക്കും. കുറച്ച് നാളത്തേക്ക് എമ്പുരാൻ വിശേഷങ്ങൾ തന്നെ ആയിരിക്കാം. അത് എൻ്റെ മാത്രം കുഴപ്പമില്ല. ഏത് യൂട്യൂബ് ചാനൽ നമ്മൾ എടുത്താലും എമ്പുരാനുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകളും ലാലേട്ടൻ്റെ ഇപ്പം ഇൻസ്റ്റയിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ 10 മറിച്ച് നോക്കിയാൽ ഒരു 5 ലാലേട്ടനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതങ്ങനെയാണ്, ട്രെൻഡിനനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടിരിക്കും. ന്യൂ ജസ്റ്റ് സ്റ്റൈലാണ്. അതുകൊണ്ട് മാമനോടൊന്നും തോന്നല്ലേ മക്കളെ. അപ്പം പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്താം. ഒരു പക്ഷേ ഇനിയും ഒരു എമ്പുരാൻ വാർത്തയായിട്ടായിരിക്കും വീണ്ടും ഞാൻ എത്താൻ പോകുന്നത്. എല്ലാവരും ക്ഷമിക്കുമല്ലോ. അപ്പം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം, നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പം പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്താം. ഓക്കെ, ബൈ.